ഏവർക്കും ജേക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ജേക്കോ ജുവൽസ്, തൊടുപുഴ, ഇടപ്പള്ളി, കോതമംഗലം, പോത്താനിക്കാട്. ജേക്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. കോട്ടപ്പടിയിൽ കുടിവെള്ളക്കിണറ്റിൽ വീണ കാട്ടാനയെ കരയ്ക്ക് കയറ്റി. കാട്ടാന കുടിവെള്ളക്കിണറ്റിൽ വീണതിനെ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ കരയ്ക്ക് കയറ്റി. കോട്ടപ്പള്ളിയിൽ കാട്ടാന കുടിവെള്ളക്കിണറ്റിൽ വീണ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. കോട്ടപ്പള്ളി വടക്കുംഭാഗത്ത് ഞായറാഴ്ച പുലർച്ചെയാണ് വിച്ചാട്ട് വർഗീസിന്റെ കുടിവെള്ളക്കിണറ്റിൽ കാട്ടാന വീണത്. ഒന്നര വർഷം മുൻപും കോട്ടപ്പടിയിൽ സമാനമായി കാട്ടാന കിണറ്റിൽ വീണിരുന്നു. അന്ന് കോട്ടപ്പടി പ്ലാച്ചേരിയിലായിരുന്നു കാട്ടാന കിണറ്റിൽ വീണത്. JCB എത്തിച്ച് കിണറിന്റെ ഒരു ഭാഗം ഇടിച്ച് മണിക്കൂറുകൾ പരിശ്രമിച്ച ശേഷമായിരുന്നു അന്ന് കാട്ടാനയെ പുറത്തു കടത്തിയത്. അന്നും പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. കിണർ പുനർനിർമ്മിക്കാൻ പണം നൽകിയില്ല എന്നതടക്കം ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇതിനിടെയാണ് വീണ്ടും ഞായറാഴ്ച കാട്ടാന കിണറ്റിൽ വീണത്. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ആന്റണി ജോൺ MLA സ്ഥലം സന്ദർശിച്ചു. ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, 3.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു വലിയ വർക്കാണ്. അത് ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിങ് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരത്തിലാണ്. ഇപ്പൊ അതിന്റെ വർക്ക് നടക്കുന്നത് അവിടെ ആരംഭ ഭാഗത്ത് പിണ്ടിമന പഞ്ചായത്തിന് കുറച്ച് പ്രദേശത്താണ് വർക്ക് നടക്കുന്നത്. ഈ കോട്ടപ്പടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വർക്ക് ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിനകത്ത് ഒരു കൃത്യത വേണമെന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാക്കാതെ ആനയെ കയറ്റിവിടുന്നില്ലെന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാർ പറഞ്ഞത്. ഇത് സ്ഥിരം ഇവിടെ ആനപ്രശ്നം ഭയങ്കര രൂക്ഷമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫെൻസിങ് സംവിധാനങ്ങളൊക്കെ പൊട്ടിക്കിടക്കുകയാണ്, ഇതുവരെ റിപ്പയർ ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആന കണ്ടി ചാടിയതിന് ഞങ്ങൾക്ക് ഇതിലെ കേസും സംഭവമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി ഞങ്ങളെ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചൊരു സാഹചര്യമാണ്. കാരണം ഞങ്ങൾക്ക് കിണറിപ്പം തന്നെ ശരിയാക്കി തരാം, എല്ലാം റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തോളം ആ വീട്ടുകാരും അതിന്റെ പരിസരത്തുള്ള ആൾക്കാരും കുടിവെള്ളം ഇല്ലാണ്ട് കഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് ഞങ്ങൾ എന്തായാലും അംഗീകരിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജനങ്ങളെ പറ്റിച്ച പോലെ ഇത്തവണ പറ്റിക്കാമെന്നോ 144 പ്രഖ്യാപിച്ച് പേടിപ്പിക്കാമെന്നോ ആരും വിചാരിക്കേണ്ട. ഞങ്ങൾ ഈ ആനയുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കിയിട്ട് മാത്രമാണ് ഇതിനെ ഇവിടുന്ന് കയറ്റിവിടാൻ അനുവദിക്കുകയുള്ളൂ. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് JCB ഉപയോഗിച്ച് കിണറിന്റെ ഒരു ഭാഗം ഇടിച്ച് വഴിയൊരുക്കിയാണ് കാട്ടാനയെ പുറത്തെത്തിച്ചത്. ജില്ലാ കളക്ടർ എത്തി കാട്ടാന ശല്യം ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചതോടെയാണ് രക്ഷാദൗത്യം അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.